1 തിമോത്തിയോസ് 5:8 നമ്മൾ മനപ്പാടമാക്കേണ്ട ഒരു വചനമാണ്. ഞാനത് വളരെ ചിലർക്കൊക്കെ കൂടെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു വചനമാണ്. 1 തിമോത്തിയോസ് 5:8 ദൈവത്തിന്റെ വചനം, പുതിയ നിയമത്തിലെ ഒരു വചനമാണ്. ശ്രദ്ധയോടെ കേൾക്കണം. 1 തിമോത്തിയോസ് 5:8 ഒരുവൻ തന്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. ജോണെ ശ്രദ്ധിക്കണം, വലിയൊരു വചനം. ഉദാഹരണത്തിന് ജോണിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുവൻ മിസ്റ്റർ ജോൺ തന്റെ സ്വന്തക്കാരുടെയും എന്ന് പറഞ്ഞാൽ വീട്ടിൽ അമ്മച്ചി, ചാച്ച, പപ്പ, അമ്മ, മേഘ, എല്ലാവരും സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ, കാരണം അമ്മച്ചി പറയും, മോനെ എടാ പോയിട്ട് 1 കിലോ പഞ്ചസാര വാങ്ങിച്ചോണ്ട് പോടാ. ഇപ്പോഴാണോ അമ്മ ഇതൊക്കെ പറയണ്ടേ? നാളെ ആട്ടെ. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവനെ കുറിച്ച് ബൈബിൾ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? അവനിനി എത്ര കുർബാനയ്ക്ക് തൂവക്കെട്ടി വീശിയാലും, എത്ര കുർബാന കണ്ടാലും, എത്ര പ്രാർത്ഥിച്ചാലും അവനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വിശ്വാസം ത്യജിച്ചവൻ എന്ന് പറഞ്ഞ അവിശ്വാസി പറയാണ്. അടുത്ത വചനം, അവിശ്വാസിയേക്കാൾ എന്താ ഹീനനുമാണ്, കൊള്ളരുതാത്തവനുമാണ്. അവിശ്വാസിയേക്കാൾ ഹീനനാണ്. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ പള്ളി വന്ന് പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു, കുർബാന നല്ല കാര്യമാണ്. പക്ഷേ സ്വന്തം വീട്ടിലെ കാര്യങ്ങളിൽ നമ്മൾക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ, നമ്മുടെ ബന്ധക്കാർ, വേണ്ടപ്പെട്ടവര്, പ്രിയപ്പെട്ടവര് ഒരു പ്രോത്സാഹനം, ഒരു പുഞ്ചിരി നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച് നമ്മൾ മുഖം വെട്ടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് പറയും നമ്മൾ അവിശ്വാസിയേക്കാൾ വിലകെട്ടവനാണ്, ഹീനനാണ്. മാതാപിതാക്കളെ നോക്കാതെ നോമ്പെടുത്തിട്ട് എന്താ കാര്യം? വളരെ പറഞ്ഞേ ഹല്ലേലൂയ.